ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഡ് സെറ്റിൻ്റെ വീഡിയോയുമായിട്ടാണ്. കോഡ് സെറ്റിൻ്റെ ഈ ഒരു ഷർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാൻസിൻ്റെ വീഡിയോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പാർട്ട് 1 ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ആദ്യം കാണുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റയോണിൻ്റെ ഫാബ്രിക്കാണ്. 3 മീറ്ററാണ് ഞാൻ ഈ ഒരു കോഡ് സെറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ടോപ്പിന് വേണ്ടിയിട്ട് ഇതുപോലെ 4 മടക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ട ലെങ്ത്ത് എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് 30 കിട്ടിയിട്ടുണ്ട്. അതുപോലെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 13 ഇഞ്ചസ് ആണ്. നമ്മൾ 4 മടക്കിയിട്ട് ചെയ്യില്ലേ. പിന്നെ ഈ ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ലൂസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു 13 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷർമെൻറ്റ്സിലേക്ക് കിടക്കാം. ഞാനിവിടെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 8 ഇഞ്ചസ് ആണ്. 15 ഇഞ്ചസ് ആണ് കേട്ടോ എനിക്ക് ടോട്ടൽ വേണ്ടത്. അപ്പോൾ 2 മടക്കിയിട്ട് ചെയ്യുമ്പോൾ 7.5 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ സീം അലവൻസിനും കൂടി കൂട്ടിയിട്ട് 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആം ഹോൾ എടുക്കുന്നതും 8 ഇഞ്ചസ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി എടുക്കുന്നത് ചെസ്റ്റ് ലെങ്ത് ആണ്. അപ്പം ടോട്ടൽ ചെസ്റ്റ് ലെങ്ത്ത് വരുന്നത് 36 ആയിരുന്നു. അപ്പോൾ അതിനെ 4 മടക്കിയിട്ട് ചെയ്യുമ്പോൾ 9 ഇഞ്ചസ് കിട്ടും. അതിലേക്ക് സീം അലവൻസും കൂടിയും കൂട്ടിയിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അതുപോലെ വേസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത് 10 ഇഞ്ചസ് ആണ്. ബോട്ടം എടുക്കുന്നത് 12 ഇഞ്ചസ് ആണ്. ഇനി ഈ മാർക്ക് ചെയ്തതിനൊക്കെ ഒന്നുകൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് 1 ഇഞ്ച് മേൽപോട്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചെരിവിലൊന്ന് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ബാക്കി വന്നിട്ടുള്ള പീസ് നമുക്ക് സ്ലീവ്സിനും കൂടി കട്ട് ചെയ്തെടുക്കാം. ഒരു 3/4 സ്ലീവ്സാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്തിനെ 4 മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കാം. ലെങ്ത്ത് എടുക്കുന്നത് 14 ഇഞ്ചസ് ആണ്. ഇപ്പോൾ സീം അലവൻസിന് കൂടിയിട്ട് ഞാനിവിടെ 15 എടുക്കുന്നുണ്ട്. അതുപോലെ വിഡ്ത്ത് എടുക്കുന്നത് 7 ഇഞ്ചസ് ആണ്. കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തെടുക്കുന്നത്. ചെറിയ ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ബെൽറ്റ് പോലെയാണ് ആ ഒരു ഭാഗത്ത് ചെയ്തെടുക്കുന്നത്. അതേപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് 8 ഇഞ്ചസ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എഡ്ജിൽ നിന്ന് 3 ഇഞ്ച് ഉള്ളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവ്സിൻ്റെ ആ കർവും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. വരച്ച് കൊടുത്തതിലൂടെയൊക്കെ ഒന്ന് നമുക്ക് ഈ ഒരു സ്ലീവ്സിനെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ സ്ലീവ്സിന് വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജിലായിട്ട് ഒരു ചെറിയൊരു ബെൽറ്റ് പോലെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതിയിൽ ഞാനിതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവ്സിൻ്റെ എൻഡിൽ ഇതുപോലെ ചെറിയൊരു ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ബെൽറ്റ് പോലെ നമ്മളിപ്പോൾ 2 ഇഞ്ച് കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു ബെൽറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇനി നെക്കിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇതിൽ നിന്നും ഫ്രണ്ട് പീസ് മാത്രമായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് പീസിന് മാറ്റി വെക്കുന്നുണ്ട്. ഇതുപോലെ ഫ്രണ്ട് പീസിനെ 2 മടക്കി എടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഓരോ വശത്തായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് ലെങ്ത്തൊക്കെ എത്ര എടുക്കുന്നത് നോക്കാം. ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്
3 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നതും 3 ഇഞ്ചസ് ആണ്. ഈ മാർക്ക് ചെയ്തതിനൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഷേപ്പ് എടുക്കുന്നത് ഒരു കർവ് ഷേപ്പായിട്ടാണ്, ഒരു റൗണ്ട് ഷേപ്പിലുള്ള നെക്കായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഷോൾഡർ സ്ലിറ്റും കൂടി കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ഒന്ന് ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വരച്ചതൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ഫ്രണ്ടിലെ നെക്കാണ് ഈ ചെയ്തത്. കോളർ നെക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അധികമായിട്ടൊന്നും ഇറക്കി കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഷർട്ട് മോഡലല്ലേ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബട്ടണൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് ഒന്ന് ഇതുപോലെ ഫ്രണ്ടിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്തില്ല, ആ ഒരു ഭാഗമാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം ഇവിടുത്തെ കിട്ടിയിട്ടുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 27 ഇഞ്ചസ് ആണ്. അപ്പോൾ ആ ഒരു ലെങ്ത്തിലുള്ള ക്ലോത്ത് ഞാൻ ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ലൈനിങ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബട്ടൺ ചെയ്തെടുക്കുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ പീസും കൂടി വെച്ചിട്ടാണ് ആ ഒരു ഭാഗം ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നല്ല വശത്തായിട്ട് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് നമുക്ക് കോളർ വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗം വരെ ഈ ഒരു ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ ക്രോസ് കട്ട് ചെയ്തിട്ട് ഇതിനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല വശത്തുനിന്ന് ഉൾഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ആ ഒരു ഭാഗം കിട്ടുന്നത്. കോളറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ചെറുതായിട്ട് ഉള്ളിലേക്കൊന്ന് ചെറിയൊരു കോളറിൻ്റെ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കുന്നു കൂടിയുണ്ട്. ആ ഒരു ഭാഗം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 പീസും ഈ ഒരു പാറ്റേണിൽ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇനി എടുക്കുന്നത് ബാക്ക് നെക്കാണ്. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 3 ഇഞ്ചസ് ആണ്. അതുപോലെ നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 1.5 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇതിനൊന്ന് വരച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് കർവിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈനിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നല്ല വശത്തായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ ഷോൾഡർ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഷോൾഡറാണ് തയ്ച്ചെടുക്കുന്നത്. ഇതുപോലെ ഷോൾഡറിൻ്റെ 2 സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ മറ്റേ സൈഡിലും സെയിം 2 ഇഞ്ചായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോളർ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് മുതലാണ് നമ്മൾ കോളറിന് വേണ്ടിയിട്ടുള്ള ലെങ്ത്ത് നമ്മൾ അളന്ന് ഇതുപോലെ അളന്നെടുക്കുന്നത്. ആ ഒരു ഭാഗം വിട്ടിട്ടാണ് കോളറിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. സെയിം ആ ഒരു 2 ഇഞ്ച് വരെ ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഇവിടെ 16 ഇഞ്ചസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കോളറിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. കോളറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചസാണ്. അപ്പോൾ ഒരു 3 ഇഞ്ചസ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ താഴെ ഭാഗത്തായിട്ട് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റും കേട്ടോ. അതുകൂടാതെയാണ് 3 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഈ ഒരു 3 ഇഞ്ചാണ് ഒരു കോളറിൻ്റെ ആവറേജ് വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലെങ്ത്ത് 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് മുകൾപോട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 3 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ മാർക്ക് ചെയ്തതിലൂടെ ഒന്ന് ചെരിച്ചൊന്ന് വരച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കോളർ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വരച്ച് കൊടുത്തതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്നിട്ടുള്ള ഫാബ്രിക്കിൻ്റെ മുകളിലായിട്ട് കോളറിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നല്ല വശം ഉള്ളിലാക്കിയിട്ട് ഇതുപോലെ നമ്മളുടെ കോളറിൻ്റെ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്നിട്ടുള്ള എക്സ്ട്രാ പീസുകളൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്ജിലൂടെയൊക്കെ ഓരോ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജിലൂടെയൊക്കെ ഒന്നും കൂടി നമുക്കൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കോളർ അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഭാഗം ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോളറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗവും കോളറിൻ്റെ സെൻറ്റർ ഭാഗവും ആദ്യം ഒരുമിച്ച് വെച്ചിട്ടാണ് കോളർ തയ്ച്ചെടുക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് നിന്നാണ് തയ്ച്ചെടുക്കുന്നത്. സെൻറ്റർ ഭാഗത്തു നിന്ന് വലത്തോട്ടും പിന്നെ നമ്മൾ തിരിച്ചിട്ട് സെൻറ്റർ ഭാഗത്തു നിന്ന് ഇടത്തോട്ടും ആയിട്ടാണ് ഈ ഒരു കോളറിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഈ ഒരു കോളറിൻ്റെ ഒരു ഭാഗം ഇതിനോട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗം ഇതുപോലെ ഒന്ന് എഡ്ജൊന്ന് മടക്കിയിട്ട് ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കോളർ കറക്റ്റായിട്ട് നല്ല വൃത്തിക്ക് കിട്ടും. അങ്ങനെ കോളറിൻ്റെ ഈ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ ഒരു കോളറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. ഫ്രണ്ടിൽ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി ഭാഗത്തായിട്ടാണ് ബട്ടൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് കോളർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എത്രയോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഭാഗം ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെയാണ് ഒന്നിൻ്റെ മുകളിൽ ഒന്നിട്ട് വെച്ചിട്ടാണ് ബട്ടൺ ചെയ്തെടുക്കുന്നത്. അതുപോലെ നമുക്ക് ഈ സ്ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ സ്ലീവായിട്ടാണ് ചെയ്യുന്നത്. താഴെ ഭാഗത്ത് മാത്രം ചെറുതായിട്ട് ഫ്രില്ലിട്ട് കൊടുത്തിട്ട് ഒരു പീസ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവ്സിൻ്റെ താഴെ ഭാഗത്ത് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എക്സ്ട്രാ ഒരു പീസും കൂടി ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ഭാഗം ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. 2 സ്ലീവ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗവും ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കർവിലാണ് ആ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഷർട്ടിൻ്റെയൊക്കെ താഴെ ഭാഗത്ത് ചെറിയൊരു കർവ് കട്ടിംഗ് ഒക്കെ വരില്ലേ, ആ ഒരു ടൈപ്പ് ഷർട്ട് മോഡൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ലൂസിലായിട്ടാണ് ഈ ഒരു കോഡ് സെറ്റിൻ്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ബട്ടണാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ ഹോള് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹോള് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ബട്ടൺ ഹോളൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു കോഡ് സെറ്റ് തയ്ച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ കോഡ് സെറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.